ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രിപ്പറേഷൻ്റെ ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യം നമ്മൾ എന്ത് തയ്യാറാക്കണം എന്ന് പറഞ്ഞു, ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ തയ്യാറാക്കി വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഇൻക്രീസിങ് അല്ലെങ്കിൽ ഡിക്രീസിങ് നമ്മൾ കണ്ടെത്തി. നെക്സ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഫിക്സഡ് അസറ്റുകളൊക്കെ വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഫണ്ടിൻ്റെ ആ ഒരു ഇൻഫ്ലോ അല്ലെങ്കിൽ ഔട്ട്ഫ്ലോ നമ്മൾ അക്കൗണ്ട്സ് വരച്ച് നമ്മൾ കണ്ടെത്തി. നെക്സ്റ്റ് മൂന്നാമത്തെ സ്റ്റേജാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. എന്താണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഈ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടെത്തുക എന്നുള്ളത്. കാരണം ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു ഞാൻ, ചിലപ്പോൾ അത് മാത്രമായിട്ട് ചോദിക്കാറുണ്ട്. നിർബന്ധമായിട്ട് എല്ലാ പ്രോബ്ലത്തിലും നമ്മളത് ചെയ്യണം. പക്ഷേ രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ ഈ പറഞ്ഞ ഫിക്സഡ് അസറ്റിൻ്റെ അക്കൗണ്ട്സുകൾ തയ്യാറാക്കുക എന്നുള്ളത് അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് അല്ല. കാരണം അത് ചില പ്രോബ്ലത്തിൽ മാത്രമാണ് അഡീഷണൽ ഇൻഫർമേഷനായിട്ട് അത് തരുള്ളൂ, അപ്പോൾ മാത്രമേ നമ്മൾ തയ്യാറാക്കേണ്ടുള്ളൂ. അപ്പോൾ അത് കമ്പൽസറി അല്ല. പക്ഷേ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലും അതേപോലെ തന്നെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ, അത് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടെത്തലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ പ്രോബ്ലത്തിലും വരും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടെത്തുക, അതിൻ്റെ ഫോർമാറ്റ് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഒരു ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഫിറ്റാണ് അതിൻ്റെ ട്രേഡിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഫ്രം ഓപ്പറേഷൻ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഫിറ്റാണ്. പ്രോഫിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫ്ലോ ആണ് അല്ലേ. ഒരു ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫ്ലോ ഓഫ് ഫണ്ടാണ് അതിൻ്റെ ട്രേഡിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു റെഗുലർ സോഴ്സ് ഓഫ് ഫണ്ടാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് എപ്പോഴും അതായത് റെഗുലറായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻകം ആണ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് അതിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ബിസിനസ്സാണോ നമ്മൾ ചെയ്യുന്നത് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പ്രോഫിറ്റ് ഫ്രം ബിസിനസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഫ്രം ഓപ്പറേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ത് ബിസിനസ്സാണോ നമ്മൾ ചെയ്യുന്നത് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്, അതാണ് ട്രേഡിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഫ്രം ഓപ്പറേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്കറിയാം പ്രധാനമായിട്ടും ഒരു ബിസിനസ്സിന് എവിടെ നിന്നായിരിക്കും അതിൻ്റെ ഫണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് ഉണ്ടാവുക, സെയിൽസിൽ നിന്നാണ് അല്ലേ. ആ സ്ഥാപനം എന്ത് പ്രൊഡക്റ്റാണ് ഉണ്ടാക്കണമെന്ന് വെച്ചെങ്കിൽ അത് വിൽക്കുമ്പോഴാണ് അതിൻ്റെ എന്ത് കിട്ടുന്നത്, പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ സെയിൽസാണ് പ്രധാനപ്പെട്ട ഈ ട്രേഡിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഫ്രം ഓപ്പറേഷൻ്റെ ഏറ്റവും മേജർ സോഴ്സ് എന്ന് പറയുന്നത് ഏതാണ്, സെയിൽസാണ്. ഓക്കെ, അതാണ് സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി അതേസമയം അതിൻ്റെ ചിലവ് എന്ന് പറയുന്നത്, ഒരു ബിസിനസ്സിൻ്റെ ചിലവ് എന്ന് പറയുന്നത് എന്താണ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലേ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുമ്പോൾ വിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഗുഡ്സ് അതിൻ്റെ ചിലവ് എന്ന് പറയുമ്പോൾ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക, അതുപോലെ തന്നെ ലേബർ, അങ്ങനെയുള്ള ഡയറക്റ്റ് എക്സ്പെൻസുകളൊക്കെ ഉണ്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ മറ്റ് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്, സെല്ലിംഗ് എക്സ്പെൻസ്, അപ്പോൾ ഇങ്ങനെയുള്ള ചിലവുകൾ. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും പിന്നെ അതർ എക്സ്പെൻസുകളുമാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ പ്രധാനപ്പെട്ട ഔട്ട്ഫ്ലോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചിലവ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ആ സെയിൽസ് പ്രോഫിറ്റിൽ നിന്നും ഈ ചിലവുകൾ എന്ന് പറയുമ്പോൾ അത് പ്രൊഡക്റ്റ് വിപണനത്തിന് ആവശ്യമായിട്ടുള്ള ചിലവുകൾ. ഓക്കെ, ആ ചിലവുകളും അതുപോലെ തന്നെ മറ്റ് എക്സ്പെൻസുകളൊക്കെ കുറച്ച്, മറ്റ് എക്സ്പെൻസുകൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളാണ് കേട്ടോ. അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് ഫ്രം ഓപ്പറേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് തരുന്ന നെറ്റ് പ്രോഫിറ്റിൻ്റെ റിസൾട്ട് അത് എങ്ങനെയായിരിക്കും, നെറ്റ് പ്രോഫിറ്റിൻ്റെ റിസൾട്ട് ഒന്നെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും, അതല്ലെങ്കിൽ അതെന്തായിരിക്കും, ലോസാണ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ്, അത് പ്രോഫിറ്റാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതെന്താണ് പറയുന്നത്, ഇൻഫ്ലോ ആണ്. അതല്ല ലോസാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഈ പ്രോഫിറ്റ് ഫ്രം ഓപ്പറേഷൻ എന്നുള്ളത് അല്ലെങ്കിൽ ഓപ്പറേഷൻ്റെ റിസൾട്ട് ലോസ് ആണെങ്കിൽ അതെന്താണെന്നാണ് പറയണത്, അത് ഔട്ട്ഫ്ലോ ആയിട്ട് വേണം നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ പ്രോഫിറ്റ് ആണെങ്കിൽ അത് ഇൻഫ്ലോയും, അതേപോലെ തന്നെ റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ ലോസ് ആണെങ്കിൽ അത് ഔട്ട്ഫ്ലോ ആയിട്ട് വേണം നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ രീതിയിൽ വേണം നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ നമ്മൾ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻകംസും എക്സ്പെൻസുകളും തമ്മിൽ കമ്പയർ ചെയ്ത് കിട്ടുന്നതാണ് നമുക്ക് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് ആണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ രണ്ട് രീതിയിൽ വരാം, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആവാം. പ്രോഫിറ്റ് ആണെങ്കിൽ അത് സോഴ്സസ് ഓഫ് ഫണ്ടാണ്, അതുപോലെ തന്നെ ലോസ് ആണെങ്കിൽ അത് ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ടാണ്.
ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണിത് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു മെത്തേഡ് ഇത് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അല്ലെങ്കിൽ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുക എന്നുള്ളതാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെത്തേഡ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അതെങ്ങനെയാണ് ചെയ്യുക നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കുന്നത് കറക്റ്റ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തരുന്ന നെറ്റ് പ്രോഫിറ്റിലെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരില്ലേ, ശരിക്കും അത് സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റാണ്. ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ച് നമുക്ക് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ്, അവസാനം കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് സ്ഥാപനത്തിൻ്റെ റിസൾട്ടാണ്. പക്ഷേ അതൊരിക്കലും ഫണ്ട് ഫ്രം ഓപ്പറേഷൻ അല്ല. ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ എന്ത് തയ്യാറാക്കും, കുറേ ബിസിനസ് റിലേറ്റഡ് അല്ലാത്ത നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസും നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളും നമ്മൾ അതിൽ എന്ത് ചെയ്യാറുണ്ട്, എഴുതാറുണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടിയും കമ്പയർ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെയും കൂടി ഡിഫറൻസ് ആണ് നമുക്ക് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് വേണ്ടത് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ മാത്രമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻകംസും എക്സ്പെൻസുകളും കഴിച്ചിട്ടുള്ള എമൗണ്ടാണ് നമുക്ക് എന്ത് കിട്ടേണ്ടത്, ഫണ്ട് ഫ്രം ഓപ്പറേഷനായിട്ട് കിട്ടേണ്ടത്. പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കിട്ടുന്ന റിസൾട്ട് ഒരിക്കലും ഫണ്ട് ഫ്രം ഓപ്പറേഷൻ അല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്തതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് തയ്യാറാക്കും, ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കും. അപ്പോൾ അത് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ളൊരു ലോജിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് കിട്ടിയിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ്, അതായത് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് ഇല്ലേ, ഈ നെറ്റ് പ്രോഫിറ്റിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് നമ്മൾ കുറച്ചിട്ടുണ്ടായിരിക്കും, അതേപോലെ തന്നെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഒക്കെ കുറച്ചിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ നെറ്റ് പ്രോഫിറ്റ് കിട്ടുന്നത് അല്ലേ. അതേപോലെ തന്നെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻകംസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതല്ലാത്ത നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നെറ്റ് പ്രോഫിറ്റിൽ നിന്നും നമ്മൾ ഓൾറെഡി നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ കുറച്ചിട്ടുണ്ടായിരിക്കും ഇല്ലേ, ഡെബിറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ആ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളെല്ലാം നിങ്ങൾ ഈ നെറ്റ് പ്രോഫിറ്റിനോട് കൂടിയിട്ട് ആഡ് ചെയ്യണം. ഓക്കെ, കുറച്ചതാണ് ഓൾറെഡി, അത് കുറച്ചിട്ടാണ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടുക. അങ്ങനെയല്ല നമ്മൾ ചെയ്യണത്. എന്താണ്, നമ്മൾ എന്ത് ചെയ്യണം, ഈ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളെല്ലാം നമ്മൾ ഈ നെറ്റ് പ്രോഫിറ്റിനോട് കൂടിയിട്ട് തിരിച്ച് ആഡ് ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ആഡ് ചെയ്തതൊക്കെ നിങ്ങൾ തിരിച്ച് എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റ് എന്ത് കിട്ടുക, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കിട്ടുക. അപ്പോൾ അങ്ങനെയാണ് നമ്മളിതിൽ ചെയ്യണത്. ലോജിക്കായിട്ട് നമ്മൾ അതാണ് ഇവിടെ ചെയ്യുന്നത്. പക്ഷേ നമ്മളതൊരു അക്കൗണ്ട് ഫോർമാറ്റിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് വരയ്ക്കുക. അപ്പോൾ എങ്ങനെയാണ് അത് കിട്ടുകയെന്ന് മനസ്സിലായാലും നിങ്ങൾക്ക്, നമുക്ക് തന്നിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റിനോട് കൂടിയിട്ട് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളെല്ലാം തിരിച്ച് ആഡ് ചെയ്യുക. അതേപോലെ തന്നെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ച് ലെസ് ചെയ്യുക. ഓക്കെ, ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് തരുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കിട്ടുന്ന നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ അതാണ് ഓപ്പണിംഗ് ബാലൻസ്. ഓക്കെ, അത്തരത്തിൽ നമുക്ക് കിട്ടുന്ന ഓപ്പണിംഗ് ബാലൻസിനെ നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് സൈഡിൽ എഴുതും. എന്താ ചെയ്യുക, ക്രെഡിറ്റ് സൈഡിൽ എഴുതും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും എന്ന് പറയണത്, അതിനോട് കൂടിയിട്ട് നമുക്ക് ഏതൊക്കെയാണോ നമ്മൾ ആഡ് ചെയ്യേണ്ടത്, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ ഏതൊക്കെയാണോ അതൊക്കെ നമ്മൾ തിരിച്ച് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഈ ആഡ് ചെയ്യേണ്ട എല്ലാ ഐറ്റത്തിനും നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ഈ ആഡ് ചെയ്യേണ്ട എല്ലാ ഐറ്റത്തിനും നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ഓക്കെ, അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ എവിടെ എഴുതണം, ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുമ്പോൾ തുടക്കത്തിലുള്ള പ്രോഫിറ്റാണ്. ഓക്കെ, ഒരു ബിസിനസ്സിൻ്റെ തുടക്കത്തിൽ, ആ ഒരു അക്കൗണ്ടിങ് ഇയറിൽ തുടക്കത്തിലുള്ള പ്രോഫിറ്റാണ് ഓപ്പറേറ്റിംഗ് ബാലൻസ് ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. എന്നിട്ട് ഈ ബിസിനസ്സുമായിട്ട് ബന്ധമില്ലാത്ത കുറേ എക്സ്പെൻസുകളുണ്ട്, ആ എക്സ്പെൻസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഡെബിറ്റ് സൈഡിൽ എഴുതുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബിസിനസ്സുമായി ബന്ധമില്ലാത്ത കുറേ ഇൻകംസ് ഉണ്ട്, ആ ഇൻകത്തിനൊക്കെ നിങ്ങൾ എവിടെ എഴുതുക, ക്രെഡിറ്റ് സൈഡിലും എഴുതുക. ഓക്കെ, അതിനുശേഷം ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആ വർഷം നമുക്ക് കിട്ടുന്ന ക്ലോസിങ്ങിൽ കിട്ടുന്ന ബാലൻസ് ഉണ്ട്, അതായത് നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ഓക്കെ, അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ, ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിൽ, അതേപോലെ തന്നെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളൊക്കെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ഒക്കെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് എന്ത് കിട്ടും, അപ്പോൾ നിങ്ങൾക്ക് ഒരു ബാലൻസ് എമൗണ്ട് കിട്ടും.
ഓക്കെ, അതാണ് നമ്മുടെ എന്തായിട്ട് പറയുന്നത്, ഫണ്ട് ഫ്രം ഓപ്പറേഷനായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെപ്പോഴും ക്രെഡിറ്റ് സൈഡിലാണ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ഇനി ഡെബിറ്റ് സൈഡിലാണ് നിങ്ങൾക്ക് അതിൻ്റെ ബാലൻസ് കിട്ടുന്നത് എങ്കിൽ അത് ലോസ് ഫ്രം ഓപ്പറേഷനാണ്. ഓക്കെ, മറ്റത് പ്രോഫിറ്റ് ഫ്രം ഓപ്പറേഷനാണ്. ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതെന്താണ്, പ്രോഫിറ്റ് ഫ്രം അല്ലെങ്കിൽ ഫണ്ട് ഫ്രം ഓപ്പറേഷനാണ്. അതല്ല നിങ്ങൾക്ക് ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് വരുന്നതെങ്കിൽ അത് ലോസ് ഫ്രം ഓപ്പറേഷനാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് തയ്യാറാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. എന്താ ചെയ്യേണ്ടത്, നമുക്ക് തന്നിരിക്കുന്ന പ്രോഫിറ്റ്, അതായത് നമ്മുടെ അക്കൗണ്ടിങ് ഇയറിൻ്റെ തുടക്കത്തിലുള്ള പ്രോഫിറ്റിനെ, ഓപ്പണിംഗ് പ്രോഫിറ്റിനെ നമ്മൾ എവിടെ എഴുതണം, ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. ക്ലോസിംഗ് പ്രോഫിറ്റിനെ നമ്മൾ എവിടെ എഴുതണം, ഡെബിറ്റ് സൈഡിൽ എഴുതുക. അത് ലാസ്റ്റ് എഴുതിയാൽ മതി കേട്ടോ. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിനെയും നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതണം. അതേപോലെ തന്നെ എല്ലാ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകത്തിനെയും നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. ദെൻ ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് കിട്ടുന്നതെങ്കിൽ അതെന്താണ്, ഫണ്ട് ഫ്രം ഓപ്പറേഷനാണ്. അല്ല നിങ്ങൾക്ക് കിട്ടുന്നത് ഡെബിറ്റ് സൈഡിലാണ് നിങ്ങൾക്ക് ബാലൻസ് കിട്ടുന്നതെങ്കിൽ അത് ലോസ് ഫ്രം ഓപ്പറേഷനുമാണ്. മനസ്സിലായോ? ഓക്കെ, ഇനി ഏതൊക്കെയാണ് ഈ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ, ഏതൊക്കെയാണ് ഈ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് എന്നുള്ളതാണ് അത് ഞാൻ നിങ്ങൾക്കൊരു സ്പെസിമാനിൽ തരാം. ഓക്കെ, ഒരു ഫോർമാറ്റ് തരാം. അതിൽ ഞാൻ ഒരു പ്രോബ്ലത്തിൽ ചോദിക്കാവുന്ന എല്ലാ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളും എല്ലാ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസും ഞാൻ നിങ്ങൾക്ക് തരാം. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ സ്പെസിമാൻ ഒന്ന് നോക്കാം. അതായത് ഇതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ്, ഫോർമാറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. അതേപോലെ തന്നെ അക്കൗണ്ട് വരയ്ക്കുക, ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡായിട്ട് അക്കൗണ്ട് നിങ്ങൾ വരയ്ക്കുക. അതിൽ നോൺ ഓപ്പറേറ്റീവ് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഓപ്പണിംഗ് ബാലൻസ് എഴുതണം. നെറ്റ് പ്രോഫിറ്റിൻ്റെ ഓപ്പണിങ്ങിലുള്ള ബാലൻസ് നിങ്ങൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. അത് കഴിഞ്ഞിട്ട് എല്ലാ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളാണ്. ഇതൊക്കെ നമ്മുടെ ബിസിനസ്, അതായത് നമ്മുടെ ഓപ്പറേഷനുമായിട്ട്, എന്താണ് നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ നടത്തുന്ന ബിസിനസ് എന്താ വെച്ചാൽ അതുമായിട്ട് നേരിട്ട് ബന്ധമല്ല ഇല്ലാത്ത എക്സ്പെൻസുകളാണ്. ഓക്കെ, നേരിട്ട് ബന്ധമുള്ള എക്സ്പെൻസുകൾ എന്താണ്, പർച്ചേസസ്, അതുപോലെ തന്നെ ഡയറക്റ്റ് എക്സ്പെൻസുകൾ, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്, സെല്ലിംഗ് എക്സ്പെൻസ്, ഇതൊക്കെയാണ് ഫാക്ടറി എക്സ്പെൻസുകൾ, ഇതൊക്കെയാണ് നമുക്ക് നേരിട്ട് വരുന്ന എക്സ്പെൻസുകൾ. ഓക്കെ, അതല്ലാത്ത എക്സ്പെൻസുകളാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ ഓപ്പറേഷനുമായി ബന്ധമില്ലാത്ത എക്സ്പെൻസുകൾ, അതാണ് എന്ത്, ഡിപ്രീസിയേഷൻ. ഓക്കെ, അതുപോലെ തന്നെ പ്രൊവിഷൻ ഫോർ ടാക്സ്. ഓക്കെ, അതുപോലെ തന്നെ പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ്, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, അതൊന്നും നമ്മുടെ ബിസിനസ്സുമായി ബന്ധം അല്ലെങ്കിൽ നമ്മുടെ ഓപ്പറേഷനുമായി ബന്ധമില്ല അല്ലേ. ഓക്കെ, അതുപോലെ തന്നെ ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, പിന്നെ ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇങ്ങനെയൊക്കെ ലോസ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ, ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അതൊക്കെ ഡെബിറ്റ് സൈഡിൽ നിങ്ങൾ എഴുതും. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റിന് അത്രയും കുറയ്ക്കും അതൊക്കെ എഴുതി കഴിയുമ്പോൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ തിരിച്ച് നമ്മൾ ആഡ് ചെയ്യണം. ആ ആഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണു, ഡെബിറ്റ് സൈഡിൽ അത് കാണിക്കുന്നു. ഓക്കെ, പിന്നെ ലോസ് ഓഫ് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ലോസ് ഓഫ് സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഗുഡ് വില്ല് റിട്ടേൺ ഓഫ്, പ്രിലിമിനറി എക്സ്പെൻസ് റിട്ടേൺ ഓഫ്, ഡിസ്കൗണ്ട് ഓൺ സെയിൽ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, ട്രാൻസ്ഫർ ഓഫ് ജനറൽ റിസർവ്, ഇൻ്ററിം ഡിവിഡൻറ്റ്, ഇത്രയും നമ്മൾ എന്ത് എഴുതണം, ഇത്രയും നമ്മൾ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളാണ്. ഇതൊക്കെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. പിന്നെ ക്ലോസിംഗ് ബാലൻസും എഴുതുക. ഓക്കെ, അത് കഴിഞ്ഞ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ഒക്കെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. അതായത് ഡിവിഡൻറ്റ് റിസീവ്ഡ്, അതുപോലെ തന്നെ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ്, മറ്റിടത്ത് ലോസാണ് എഴുതേണ്ടത്, ഇവിടെ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ്, അതുപോലെ ഇൻകം ഫ്രം സബ്സിഡിയറി കമ്പനി, അതുപോലെ ഇൻകം ടാക്സ് റിട്ടേൺ ബാക്ക്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻകംസ് ആണ്, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ആണ്. അതൊക്കെ ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചു. ദെൻ നമുക്ക് ഇവിടെ, അതായത് ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് കിട്ടുന്നതെങ്കിൽ അത് ഫണ്ട് ഫ്രം ഓപ്പറേഷനാണ്. അതല്ല ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് കിട്ടുന്നതെങ്കിൽ അത് ലോസ് ഫ്രം ഓപ്പറേഷനുമായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇത് വരച്ച് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. അപ്പോൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആണെങ്കിൽ നിങ്ങളത് എവിടെ മെൻഷൻ ചെയ്യും, നിങ്ങൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ലാസ്റ്റ് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുമല്ലോ, അതിൽ ഇൻഫ്ലോ സൈഡിൽ നിങ്ങളത് എന്ത് എഴുതണം, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എഴുതണം. അതല്ല ലോസ് ഫ്രം ഓപ്പറേഷൻ ആണെങ്കിൽ നിങ്ങളത് ഔട്ട്ഫ്ലോ സൈഡിൽ വേണം അത് മെൻഷൻ ചെയ്യാനായിട്ട്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ, ഒന്നത് എഴുതിയെടുക്കുക. നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ.